സുഹൃത്തുക്കളായ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഗോവിന്ദത്തിലേക്ക് ഏവർക്കും സ്വാഗതം, ശുഭദിനം നേരുന്നു. നമുക്കിന്ന് പഞ്ചതന്ത്രത്തിലെ മറ്റൊരു കഥ കേൾക്കാം. കേൾക്കൂ, ദന്തിലൻ എന്ന വ്യാപാരിയുടെ കഥ. കൂട്ടുകാരെ, നമുക്കിന്ന് ദന്തിലൻ എന്ന വ്യാപാരിയുടെ കഥ കേൾക്കാം. പണ്ട് വർദ്ധമാനം എന്ന നഗരത്തിൽ ദന്തിലൻ എന്നൊരു കച്ചവട പ്രമാണി ഉണ്ടായിരുന്നു. രാജാവുമായി അയാൾ നല്ല അടുപ്പത്തിലായിരുന്നു. അതിനാൽ തന്നെ നഗരത്തിൻ്റെ ഭരണകാര്യങ്ങളെല്ലാം രാജാവ് ദന്തിലനെയാണ് ഏൽപ്പിച്ചിരുന്നത്. ബുദ്ധിമാനും സമർത്ഥനുമായിരുന്നു ദന്തിലൻ. അയാൾ പ്രജകളെയും രാജാവിനെയും ഒരുപോലെ വശത്താക്കി നഗരത്തിൽ അങ്ങനെ വാണിരുന്നു. അങ്ങനെയിരിക്കെ ദന്തിലൻ്റെ മകളുടെ വിവാഹം വന്നു. വിവാഹ സൽക്കാരത്തിന് ദന്തിലൻ നാട്ടിലെ പ്രമാണിമാരെയും രാജകൊട്ടാരത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെയും ക്ഷണിച്ചിരുന്നു. അടുത്ത സുഹൃത്തായ ദന്തിലൻ്റെ മകളുടെ വിവാഹമല്ലേ, വിരുന്നിന് രാജാവും പരിവാരങ്ങളും എത്താതിരിക്കുമോ? അങ്ങനെ വിരുന്ന് പൊടി പൊടിക്കുമ്പോൾ ദന്തിലനൊരു കാഴ്ച കണ്ടു. അതാ കൊട്ടാരത്തിലെ തൂപ്പുകാരൻ ഗോരംഭൻ വിശിഷ്ട അതിഥികളുടെ ഒപ്പം കയറിയിരിക്കുന്നു. ദന്തിലന് കോപം വന്നു. അയാൾ ചെന്ന് ഗോരംഭൻ്റെ കഴുത്തിന് പിടിച്ചിട്ട് കടന്നു പോടാ എന്ന് പറഞ്ഞ് ഒറ്റ തള്ള്. ഗോരംഭൻ ഇത് മഹാനാണക്കേടായി. അയാളുടെ ഉള്ളിൽ ദന്തിലനോടുള്ള പക പുകഞ്ഞു കത്താൻ തുടങ്ങി. രാജാവുമായി തെറ്റിച്ചാൽ ദന്തിലൻ്റെ എല്ലാ പ്രതാപവും അസ്തമിക്കും. അതിനുള്ള വഴി ഗോരംഭൻ ആലോചിച്ച് ഗോരംഭന് ഉറക്കം പോലും ഇല്ലാതെയായി. കഴിവില്ലാത്തവൻ ശത്രുവിനെ തോൽപ്പിക്കാമെന്ന് മോഹിക്കുക പോലും ചെയ്യരുത്. വറചട്ടിയിലെ പയർമണിക്ക് വെറുതെ കിടന്ന് ചാടാമെന്നല്ലാതെ ചട്ടി തകർക്കാൻ പറ്റുമോ? ഗോരംഭൻ നിരാശയോടെ കരുതി. എന്നാൽ അധികം വൈകാതെ തന്നെ ഗോരംഭന് നല്ലൊരു സൂത്രം മനസ്സിൽ തോന്നി. ഒരു ദിവസം നേരം വെളുത്തപ്പോൾ ഗോരംഭൻ രാജാവിൻ്റെ ശയനമുറി തൂത്ത് വൃത്തിയാക്കാനെത്തി. രാജാവ് അപ്പോൾ നിദ്രയിൽ നിന്ന് ഉണർന്നു വരുന്നതേയുള്ളൂ എന്ന് ഗോരംഭന് മനസ്സിലായി. അയാൾ വിളിച്ചു പറഞ്ഞു, ആ ദന്തിലൻ്റെ ഒരു അഹങ്കാരം! സമ്മതിക്കണം, മഹാറാണിയെ ആലിംഗനം ചെയ്യാൻ അയാൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇത് കേട്ട രാജാവ് ഞെട്ടിപ്പോയി. അദ്ദേഹം മെത്തയിൽ നിന്നും ചാടി എണീറ്റ് ഗോരംഭനെ നോക്കി. നീ എന്താ പറഞ്ഞത്? മഹാറാണിയെ ദന്തിലൻ ആലിംഗനം ചെയ്തെന്നോ? സത്യം പറയൂ, എപ്പോഴാണ് നീ അത് കണ്ടത്? ഗോരംഭൻ ഉടനെ അബദ്ധം പറ്റിയതായി നടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ക്ഷമിക്കണം പ്രഭു, അടിയൻ എന്താണ് പറഞ്ഞതെന്ന് ഓർക്കുന്നില്ല. ഇന്നലെ രാത്രി മുഴുവനും ചൂത് കളിച്ചിരുന്ന് ഉറങ്ങാൻ വൈകി. ഇപ്പോഴും ഉറക്കം വിട്ടുമാറിയിട്ടില്ല. അതുകൊണ്ട് ഉറക്കത്തിൽ അടിയൻ വല്ല പിച്ചുമ്പയും വിളിച്ചു പറഞ്ഞതായിരിക്കും. പക്ഷേ രാജാവിന് അതത്ര വിശ്വാസമായില്ല. ഉണർന്നിരിക്കുമ്പോൾ ആഗ്രഹിക്കുന്നതും കാണുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങളാണല്ലോ രാത്രി ഉറക്കത്തിൽ സ്വപ്നമായി വരുന്നത്. മദ്യപിച്ചിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴുമാണ് ഏതു വലിയ രഹസ്യങ്ങളും ഒരുവൻ വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് ഇവൻ പറഞ്ഞത് ശരിയാവാനാണ് സാധ്യത. ആ ദന്തിലന് കൊട്ടാരത്തിൽ എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. അതുപോലെ തൂപ്പുകാരനായ ഗോരംഭനും എവിടെയും കടന്നു ചെല്ലാം. മഹാറാണിയെ ദന്തിലൻ ആലിംഗനം ചെയ്യുന്ന ഇവൻ തീർച്ചയായും കണ്ടു കാണും. രാജാവ് ഉടനെ കാവൽക്കാരെ വിളിച്ച് ഇങ്ങനെ നിർദ്ദേശം കൊടുത്തു, ആ ദന്തിലനെ ഒരു കാരണവശാലും ഇനി കൊട്ടാരത്തിനകത്ത് പ്രവേശിപ്പിക്കരുത്. ദന്തിലൻ ഒരു പിടിയും കിട്ടിയില്ല. രാജാവ് ഇത്ര പെട്ടെന്ന് തന്നെ വെറുക്കാനും പുറത്താക്കാനും എന്താണ് കാരണം? രാജാവിനെതിരെ ഇന്ന് വരെ താൻ ഒന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ? രാജാവിൻ്റെ പ്രീതി ഇല്ലാതായതോടെ ദന്തിലൻ്റെ പ്രതാപമെല്ലാം അസ്തമിച്ചു. ഒരു ദിവസം അയാൾ കൊട്ടാരത്തിൻ്റെ കവാടത്തിനരികിൽ നിൽക്കുന്നത് ഗോരംഭൻ കാണാനിടയായി. ഉടനെ ഗോരംഭൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് കാവൽക്കാരോട് പറഞ്ഞു, സൂക്ഷിക്കണം, ആ ദന്തിലൻ രാജാവിൻ്റെ അടുത്ത ചങ്ങാതിയാ. മൂപ്പരാണ് നാട്ടിലെ സർവാധികാരിക്കാർ. അദ്ദേഹത്തെ തടഞ്ഞാൽ ചിലപ്പോൾ എന്നെ ചെയ്തതുപോലെ നിങ്ങളെയും കഴുത്തിന് പിടിച്ച് പുറത്താക്കിയെന്നിരിക്കും. സൂക്ഷിക്കണം. ഇത് കേട്ടപ്പോൾ ദന്തിലന് കാര്യം പിടികിട്ടി. അത് ശരി, അപ്പോൾ ഈ ഗോരംഭനാണ് എല്ലാറ്റിനും പിന്നിൽ. എത്ര നീചനും മണ്ട ശിരോമണിയുമായാലും രാജാവിൻ്റെ അടുത്ത ആളാണെങ്കിൽ വിചാരിക്കുന്നതെന്തും നടക്കുമെന്ന് ഞാൻ ഓർക്കണമായിരുന്നു. അന്ന് വൈകുന്നേരം ദന്തിലൻ ഗോരംഭനെ തൻ്റെ ഗൃഹത്തിലേക്ക് വിളിപ്പിച്ചു. വിലയേറിയ 2 പട്ടുവസ്ത്രങ്ങൾ അയാൾ ഗോരംഭന് സമ്മാനിച്ചിട്ട് പറഞ്ഞു, സുഹൃത്തെ, അന്ന് നിങ്ങളെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയതിന് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. രാജഗുരുവിൻ്റെയും മറ്റ് അതിഥികളുടെയും ഒപ്പം താങ്കൾ കയറിയിരിക്കുന്നത് കണ്ടപ്പോൾ ഉണ്ടായ കോപം നിമിത്തമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പട്ടുവസ്ത്രങ്ങൾ കിട്ടിയതോടെ ഗോരംഭന് ദന്തിലനോടുണ്ടായിരുന്ന വിദ്വേഷമെല്ലാം പോയി മറഞ്ഞു. ശരി, ഞാനെല്ലാം ക്ഷമിച്ചിരിക്കുന്നു.
രാജപ്രീതി നഷ്ടമായതോർത്ത് ഇനി അങ്ങ് വിഷമിക്കേണ്ട. താമസിയാതെ തന്നെ അങ്ങയെ രാജാവ് കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കൂ എന്ന് ഞാനിതാ വാക്ക് തരുന്നു. ദന്തിലനെ സമാധാനിപ്പിച്ച് ഗോരംഭൻ തിരിച്ചുപോയി. അടുത്ത ദിവസം വെളുപ്പിനെ ഗോരംഭൻ രാജാവിൻ്റെ കിടപ്പുമുറി തൂത്ത് വൃത്തിയാക്കാനെത്തി. രാജാവ് പതിവ് പോലെ ഉറക്കച്ചടവ് മാറാതെ മെത്തയിൽ തന്നെ കിടക്കുകയായിരുന്നു. ഗോരംഭൻ ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെ പിറുപിറുത്തു. അയ്യോ, എന്തൊരു കഷ്ടം! രാജാവ് ശൗചാലയത്തിലിരുന്ന് വെള്ളരിക്ക തിന്നുന്നു. ഇത് കേട്ട രാജാവ് ചാടി എണീറ്റു. എടാ വൃത്തികെട്ടവനെ, നിന്റെ കഥ ഞാൻ കഴിക്കും. നീ എന്താ പറഞ്ഞത്? ഞാൻ അത്തരമൊരു നീച പ്രവൃത്തി ചെയ്യുന്നത് നീ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഗോരംഭൻ ഞെട്ടൽ അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ പ്രഭോ, ക്ഷമിക്കണേ. അടിയൻ എന്താണ് പറഞ്ഞതെന്ന് ഓർക്കുന്നില്ല. ഇന്നലെ രാത്രി മുഴുവനും ചൂത് കളിച്ചിരുന്ന് ഉറങ്ങാൻ വൈകി. ഇപ്പോഴും ഉറക്കം വിട്ടുമാറിയിട്ടില്ല. അതുകൊണ്ട് ഉറക്കത്തിൽ അടിയൻ വല്ല പിച്ചും പേയും വിളിച്ചു പറഞ്ഞതായിരിക്കും. രാജാവ് അത് കേട്ട് സ്തബ്ധനായിരുന്നു പോയി. അപ്പോൾ ഇവൻ ദന്തിലനെക്കുറിച്ച് പറഞ്ഞതും നുണയായിരിക്കും. ദന്തിലനെ കൊട്ടാരത്തിൽ നിന്ന് ഓടിച്ചത് മഹാ അബദ്ധമായിപ്പോയി. പിന്നെ ഒട്ടും താമസിച്ചില്ല. രാജാവ് ദന്തിലനെ കൊട്ടാരത്തിലേക്ക് തിരികെ വിളിപ്പിച്ചു. ചെയ്തു പോയ തെറ്റിന് ക്ഷമ ചോദിച്ച അദ്ദേഹം വില പിടിച്ച സമ്മാനങ്ങളും ദന്തിലന് നൽകി. അതോടെ ദന്തിലൻ്റെ പഴയ പ്രതാപമെല്ലാം തിരിച്ചു കിട്ടുകയും ചെയ്തു. ഇത്രയും പറഞ്ഞു നിർത്തിയിട്ട് ദമനകൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ മുന്നറിയിപ്പ് തന്നത് രാജാവിൻ്റെ ആളായി കഴിഞ്ഞാലും എന്നെ മറക്കരുതെന്ന്. സഞ്ജീവകൻ ഉടനെ അത് സമ്മതിച്ചു. വൈകാതെ ദമനകൻ കാളയെയും കൂട്ടി പിങ്കളകൻ്റെ മുന്നിലെത്തി. പിങ്കളകൻ സഞ്ജീവകനെ ഹാർദമായി സ്വീകരിച്ചു. എന്നിട്ട് ചോദിച്ചു, എങ്ങനെയാണ് താങ്കൾ ഈ ഘോരവനത്തിൽ വന്നു ചേർന്നത്? സഞ്ജീവകൻ തൻ്റെ യജമാനനായ വർദ്ധമാനകനെക്കുറിച്ചും തനിക്ക് വിണഞ്ഞ അപകടത്തെക്കുറിച്ചുമെല്ലാം വിശദമായി കേൾപ്പിച്ചു. അത് കേട്ട് പിങ്കളകൻ അവനെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, സാരമില്ല, ഇന്നു മുതൽ ഈ കാട്ടിൽ നമുക്കൊന്നിച്ചു സുഖമായി കഴിഞ്ഞുകൂടാം. ഒരു കാര്യം, ഈ കാട്ടിൽ അനേകം അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. അതിനാൽ താങ്കൾ എൻ്റെ ദൃഷ്ടി വിട്ട് അധികം ദൂരെയെങ്ങും പോകരുത്. സഞ്ജീവകൻ സന്തോഷപൂർവ്വം അത് സമ്മതിച്ചു. പിങ്കളകൻ ആശ്വാസത്തോടെ ഒന്ന് നെടുവീർപ്പിട്ടു. പിന്നെ നേരെ യമുനയുടെ തീരത്തേക്ക് നടന്നു. നദിയിലിറങ്ങി വയറ് നിറയെ വെള്ളം കുടിച്ചു. വെള്ളത്തിലിറങ്ങി ഉഗ്രനൊരു നീരാട്ടം നടത്തി. ഉന്മേഷം വീണ്ടും കിട്ടിയപ്പോൾ പിങ്കളകൻ സഞ്ജീവകനെയും കൂട്ടി വനത്തിനുള്ളിലേക്ക് തന്നെ തിരികെ പോയി. കൂട്ടുകാരെ, സഞ്ജീവകൻ്റെ കഥ ഇഷ്ടമായോ? ദമനകനെയും കരടകനെയും ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.